അങ്ങനെ 5 ലക്ഷം രൂപയുള്ള പണപ്പെട്ടിയുമായി സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും നടന്നകന്നിരിക്കുകയാണ്, വാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സായി ആ 5 ലക്ഷം എടുക്കാൻ കാരണം അഭിഷേകും ഋഷിയാണോ? എന്തായാലും നന്ദനയല്ല. എന്തുകൊണ്ട് അഭിഷേകും ഋഷിയും ആണോ എന്ന് ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്. ലൈവില് ഇനി കൂടുതൽ പൈസ വരുമായിരുന്നില്ലേ? 5 ലക്ഷം അല്ല, അതിനേക്കാൾ കൂടുതൽ വരുമായിരുന്നില്ലേ? എന്നിട്ടും സായി എന്തിനാണ് ഈ സംഭവം ചെയ്തത്? അബദ്ധമായി പോയോ? ലൈവിൽ എന്താ നടക്കുന്നത് പറയാം. ഇനിയും പണപ്പെട്ടി വരുമോ? വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ആകാംക്ഷയോടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പണപ്പെട്ടിയെക്കുറിച്ച്. കുറച്ച് കഴിഞ്ഞ് പണപ്പെട്ടി പ്രത്യക്ഷപ്പെടും. തന്ത്രങ്ങളും ആശയങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും യുക്തിയോടെ പണപ്പെട്ടി എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, പണപ്പെട്ടി തൊട്ട് കഴിഞ്ഞാൽ എടുക്കണം, എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിനോട് വിട പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ സൗണ്ടാണ്. അപ്പം തന്നെ CID രാംദാസ് ഹോളോഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണോ ഈ പെട്ടി എടുക്കണോ? പെട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്, ഒരു കാറ്, ഒരു ഫ്രിഡ്ജ്, ഒരു AC, ഒരു ബിസിനസ്, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ പെട്ടി എടുത്താൽ, പെട്ടിയിൽ തൊട്ടാൽ അത് എടുക്കണം, എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ബ്ലൈൻഡ്സ് ഇട്ട് എല്ലാവരും പുറത്തിരുത്തുവാണ്. കുറച്ച് കഴിഞ്ഞ് ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്ത് പെട്ടിയിൽ 5 ലക്ഷം അതിനകത്ത് ഇരിപ്പുണ്ട്. സായി വന്ന് ആദ്യമേ സ്റ്റക്ക് അടിച്ച് ഇങ്ങനെ കയ്യും കെട്ടി പണപ്പെട്ടിയിൽ അങ്ങ് നോക്കി നിൽക്കുവാണ്. അപ്പോൾ അഭിഷേക് എല്ലാവരും കളി എടുക്കുന്ന എല്ലാവരും അങ്ങോട്ടൊക്കെ പറഞ്ഞു. പക്ഷേ അഭിഷേകും ഋഷിയും ഇതിനൊരു കാരണക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഞാൻ എടുക്കണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന വേർഡ്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ അതിൻ്റെ പോസിറ്റിവിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കും. അല്ലേ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എടാ നീ ചെയ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? അത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ അവിടെ അഭിഷേകും ഋഷി ഇരുന്നിട്ട് അത് സായിയെ മാനിപ്പുലേറ്റ് ചെയ്യാനല്ല, സായിരത്ത് പറയുന്നുണ്ട്, ശ്രീതു പറയുന്നുണ്ട്, ഇത് 5 ലക്ഷം അല്ല, ഇതൊക്കെ മേലെ വന്ന് നെക്സ്റ്റ് ടൈം 50 ലാക്ക് വരപ്പോറതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് അത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇനി അടുത്ത റൗണ്ട് വരുമ്പോൾ ഇതിനേക്കാളും കുറയും, 2 ലക്ഷം ആവും, ചിലപ്പോൾ ഇതായിരിക്കും ഹയസ്റ്റ് എമൗണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷിയുടെ അടുത്ത് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ അപ്പം അഭിഷേക് പറയണം, എനിക്കൊരു വീടുണ്ട്, എനിക്ക് കയറി കിടക്കാൻ കടമുണ്ട്, പക്ഷേ കടമൊക്കെ വീട്ടാന്നുള്ളതേ ഉള്ളൂ അഭിഷേക് പറയുന്നു. അപ്പം ഋഷി എനിക്കിങ്ങനെ ലോണിൻ്റെയും വീടിൻ്റെയും കാര്യമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്, എന്നിരുന്നാലും വേണ്ട. അപ്പോൾ പിന്നെ സായി പറഞ്ഞ കണക്ക് എടുക്കണമെന്നൊക്കെ മുമ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ, 10 ലക്ഷത്തിന് മുകളിലൊക്കെ വന്ന് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കൂലായിരിക്കുമല്ലേ, 5 ലക്ഷം അല്ലേ, 5 ലക്ഷം ആരെടുക്കാൻ? പിന്നെ ഇവിടെ ആവശ്യമുള്ള ആർക്ക് അർജുൻ എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഋഷി പറയുന്നു എന്തായാലും നോറ എടുക്കുമോ, എന്തായാലും സിജോ എടുക്കൂല, സായി എടുക്കൂല, ഞാൻ എടുക്കൂല, നീ എടുക്കൂല, ജിൻഡോ എടുക്കൂല, പിന്നെ ജാസ്മിൻ എടുക്കൂല, പിന്നെ വേറെ ആരെങ്കിലും എടുക്കും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി സായി അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുവാണ്, പണപ്പെട്ടിയിൽ അവിടെ കിടന്ന് കറങ്ങുന്നു. അപ്പോൾ തന്നെ എന്തോ ഒരു സായിക്ക് ഒരു പന്തി കേടി എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോഴെന്നിട്ടും സായിക്ക് അങ്ങോട്ട് ഈ പറയുന്ന ഡയലോഗൊക്കെ സായി കേട്ടോണ്ടിരിക്കുന്നത്, സായി ഒരു അക്ഷരം മിണ്ടണില്ല, ഒരക്ഷരം ഒരു മനുഷ്യൻ്റെ പറയുന്നില്ല. അപ്പം സായി വേണ്ട എന്നൊക്കെ അവിടെ ഉള്ളവർ പറഞ്ഞപ്പോൾ സായി ആ ഒരു ലെവലിൽ നോക്കുന്നില്ല. സായി ഇങ്ങനെ അതെല്ലാം അപ്പം സായി ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇത് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവ് റെസ്പോൺസുകൾ ഓരോ സംഭവങ്ങൾ അഭിഷേകും ഋഷിയും കൂടെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു 1% എങ്കിലും ഒരു അഫക്റ്റ് നമ്മളെ ചെയ്തിട്ടുണ്ടാവണം. അല്ലേ, ഞാൻ പോയി പണപ്പെട്ടിയുടെ മുമ്പ് നിൽക്കും, പണപ്പെട്ടി എടുത്ത ഇന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഒത്തിരി പേരെൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു സാധനമാണ്, 5 ലക്ഷം സായിക്ക് 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ലേ, പിന്നെ എന്തിനീ 5 ലക്ഷം എടുത്ത്? നന്ദനയ്ക്ക് വേണ്ടിയാണോ? നന്ദനയ്ക്ക് വേണ്ടിയാണ് എന്ന് ഇന്നത്തെ ലൈവിനകത്ത് കാണിക്കുന്നതിന് ഒരർത്ഥം ഇല്ല. അപ്പോൾ സായി കുറച്ചു നേരം മാറിപ്പോയി അവിടെ ഇരുന്ന് ചിന്തിച്ചിട്ട് നേരെ ഡയറക്റ്റ് വന്ന് ആരോടൊന്നും ചോദിക്കുന്നില്ല, പെട്ടിയിൽ തൊടുന്നു, പെട്ടി അങ്ങ് അടച്ചു വയ്ക്കുന്നു. അപ്പോഴാണ് ശ്രീതു നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്ന പോലെ തൊട്ടു എന്ന് പറയുന്നത്. അപ്പം തന്നെ അഭിഷേകും ഋഷിയും, പക്ഷേ നീ എന്തോ പരിപാടിയാ കാണിച്ചത്? നേരെ സായി സിജോയുടെ അടുത്ത് പോയി ഞാൻ പോണ്ടാ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. അപ്പം സത്യം പറഞ്ഞാൽ സിജോ കൈ കൊടുക്കുന്നില്ല. നീ എന്തോ കാണിച്ചത്? എല്ലാവരും നീ എന്താ കാണിച്ചപ്പോൾ ജിൻഡോ കെട്ടിപ്പിടിച്ച് വിഷമമാണ്, നീ അത് ചെയ്യേണ്ടായിരുന്നു സായി. ഇല്ല നിങ്ങൾ കളിക്ക്, ഞാൻ തീരുമാനിച്ചിരുന്നത് തന്നെയാണ്, ഞാൻ പോണ് എന്നുള്ളവർ ലെവലിൽ പണപ്പെട്ടി എടുക്കുന്നു. എന്നിട്ട് എല്ലാവരുടെ അടുത്തും സായി കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നു. അഭിഷേകിന് വിഷമമുണ്ട്, അഭിഷേക് കൈ എടുക്കുന്നില്ല, ഋഷി കൈ എടുക്കുന്നില്ല, സിജോ കൈ എടുക്കുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, എന്നാലും വേണ്ടായിരുന്നു എന്നുള്ള ലെവലിൽ ബാക്കിയുള്ളവരൊക്കെ നല്ലോണം എല്ലാവരുടെയും മനസ്സിൽ കാണും, കാലമാടെ പോയല്ലേ, ഇനിയിപ്പം നമുക്ക് തന്നെ ഭയങ്കര പുറത്ത് വിറപ്പിക്കുന്ന സീക്രട്ട് ഏജന്റ് ആയിരുന്നു, ഇനിയിപ്പോൾ അവന് ഓട്ടങ്ങാനം ഉണ്ടോ എന്നൊക്കെ എല്ലാവരും മനസ്സിലെങ്കിലും കാണും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സായി എല്ലാവർക്കും കൈയൊക്കെ കൊടുക്കുക. ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ച് സായി പെട്ടിയെടുത്ത്
പോവാൻ പുറത്തേക്ക് വരാനായിട്ട് ബിഗ് ബോസ് പറയുക. പെട്ടി എടുത്ത് വരാൻ പറയുന്നില്ല, പെട്ടി എടുത്ത് പുറത്തേക്ക് വരുമെന്ന് പറയുകയാണ് സായിയുടെ അടുത്ത്. സായി ഔട്ടായിരിക്കുവാണ്, വാക്ക്ഡ് ഔട്ട് ആയിരിക്കുകയാണ്. പെട്ടി എടുത്തു, 5 ലക്ഷം രൂപ സായി എടുത്തു. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നത്, എന്തിന് സായി 5 ലക്ഷത്തിൻ്റെ പെട്ടി എടുത്തു? സായിക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇത് ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്നത് എന്നുള്ളതിന് പുറത്ത് വന്ന് നിന്നൊരു മനുഷ്യനായിട്ടാണ് പറയുന്നത്. അത്യാഗ്രഹം കാണിച്ചില്ല അവിടെ. സായി എടുത്ത പണം എന്തായാലും സായിക്ക് യൂസ്ഫുൾ ആകും. കാരണം സായി അതിനകത്ത് നിന്ന് കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് വിന്നർ ആകും എന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഒത്തിരി പേർക്ക് അറിയാം വിന്നർ ആവത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ടോപ്പ് 6, ടോപ്പ് 7, അതിനപ്പുറത്തോട്ട് സായി പോകത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ സായി ഈ പ്രൈസ് എടുത്ത് അത് ഇപ്പം 5 ലക്ഷം എന്നല്ല 1 ലക്ഷം ആയാലും അത് ലാഭമാണ്, അത് വേറൊരു കാര്യം. പക്ഷേ സായിക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 5-ന് 6, 7, 8 ഒബ്വിയസ്ലി 6, 7, 8 വരും. കാരണം വീടിനകത്ത് 9 പേര് നിൽക്കുവാണ്. 9 പേര്. ഒരാളെങ്കിലും വെളിയിലാക്കാൻ വേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് വന്നേനെ, ഉറപ്പായിട്ട് വന്നേനെ, ഉറപ്പായിട്ട് ഒബ്വിയസ്ലി വന്നേനെ. ഒരു പെട്ടിയും കൂടി അവർക്ക് വെയിറ്റ് ചെയ്യായിരുന്നു, ഒരു പെട്ടിയും കൂടി. അപ്പം എന്തായാലും പെട്ടി വന്നിട്ടുണ്ടോ? 9 പേര് അനധികൃതമായിട്ട് വീട്ടിനകത്ത് നിൽക്കുകയാണ്. ഒരു കാരണവശാലും നമ്മൾ ആ സമയത്ത് ചിന്തിക്കാനുള്ളത്, ഇപ്പം ഞാനാണ് ആ പൊസിഷനിലെങ്കിൽ ഇപ്പം 5 ലക്ഷം ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം എനിക്ക് 5 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്, 10 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, അപ്പം ഞാൻ 9 പേരിൽ ഒരാളാണെങ്കിൽ ഇനി വരാൻ പോകുന്നത്, ഇപ്പം ആരും ഈ ആഴ്ച പണപ്പെട്ടി ഇനി 100 ലക്ഷം വെച്ചാലും ആരും, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇനി എത്ര വെച്ച് കഴിഞ്ഞാലും ആരും എടുത്തില്ല എന്ന് വിചാരിച്ചോ, ശനിയാഴ്ച 2 പേരെ പരമാവധി ഔട്ടാക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ വരുന്നത് പുതിയ വീക്കാണ്, ലാസ്റ്റ് വീക്കാണ്. അതിൻ്റെ മിഡ് വീക്കിൽ ഒരാളെ മാക്സിമം ഔട്ടാക്കാൻ പറ്റൂ, വോട്ട്. എന്നാലും 2 പേരെ ഔട്ടാക്കി. എന്നാലും വീട്ടിനകത്ത് എത്ര പേര് നിൽക്കുവാണ്? 9-ൽ എത്ര പേരുണ്ട്? 5 പേര് ബാക്കിയുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മിഡ് വീക്കിലും 2 പേരെ, ഇനി വരുന്നതിന് 2 പേര്, അങ്ങനെ വരത്തില്ലല്ലോ. അപ്പം നമ്മൾ ചിന്തിക്കണം, ഉറപ്പായിട്ടും പണപ്പെട്ടി നമ്മൾ എടുക്കാൻ വേണ്ടി സകലമായ ഐഡിയാസ് അവർ പയറ്റുകയും ചെയ്യും, മാക്സിമം എമൗണ്ട് വെക്കുകയും ചെയ്യും. പരമാവധി ഒരാളെ എങ്കിലും വെളിയിലാക്കണ്ടേ, എവിക്റ്റ് ചെയ്ത് എത്രയെന്ന് പറഞ്ഞ ഒരാളെ പുറത്ത്. ഇപ്പോൾ 9 പേര് ഹൗസിലുണ്ടായിരുന്നു നമ്മുടെ സായി പോകുന്നതിന് മുമ്പേ. ഈ 9-ൽ ഈ പറയുന്ന പോലെ ഇപ്പം വരാൻ പോകുന്ന വീക്കെൻഡിൽ 2 പേര് ഔട്ടാക്കും. മിഡ് വീക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരാളെ ഔട്ടാക്കും. അപ്പോഴും 6 ആവുന്നുള്ളൂ. ഇവർക്ക് 5 റൗണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ നമ്മൾ ഒരാൾ പണപ്പെട്ടി എടുക്കുന്നത് വരെയും ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത്രയ്ക്ക് പ്രലോഭിപ്പിക്കും. അപ്പം നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ സായി വെയിറ്റ് ചെയ്തില്ല. സായിയുടെ അഹങ്കാരമില്ലായ്മ എന്ന് ഞാൻ പേഴ്സണലി ഒരു മനുഷ്യനായി പറയുന്നു. സായിയുടെ ഗെയിമുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അതിനെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ സായി വീട്ടിൻ്റെ അടുത്തൊക്കെ ഞാൻ എങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നു, എടുത്തു എന്നൊക്കെ പറഞ്ഞ് സിജുവായിട്ട് ഭയങ്കര നീ എനിക്ക് ബ്രദറാണ്, നമ്മൾ യൂട്യൂബ് ചാനൽസ് നടത്തുന്ന ആൾക്കാരായിരുന്നു, ഇപ്പം നീ എനിക്ക് ബ്രദറാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് വെളിയിൽ ഇറങ്ങുവാണ് സായി. പക്ഷേ ആർക്കും താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്കിനി സായിയെക്കുറിച്ച് പറയാനുള്ളത്, സായി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ആ വീടിനകത്ത് വന്നിട്ട് എന്തോ ഒത്തിരി നെഗറ്റീവ് വന്നു. സായി സത്യം പറഞ്ഞ പലപ്പോഴും സായി പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനായി എന്ന് സായി അതിനകത്ത് പറയുന്നില്ലായിരുന്നു. സായിയുടെ ഗെയിം വ്യൂ അല്ല പറഞ്ഞ, സായി അതിനകത്ത് ഗെയിം ഒന്നും കളിച്ചിട്ടില്ല. പക്ഷേ സായി പറഞ്ഞതുപോലെ സായി ഒരു മനുഷ്യൻ തന്നെയാണ്. സായി ഒരു മനുഷ്യനായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിലാണ്, ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ആ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ട്. അതെനിക്ക് മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ കൂടെ നമ്മൾ കത്തിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ്. കത്തിച്ചില്ല. എല്ലാം ആ വീട്ടിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് അതിൽ ഇടപെടുകയും ചെയ്യും. ശ്രീതു പറയുന്ന പോലെ കത്തിക്കയറാതെ മര്യാദയ്ക്ക് നിന്ന് ആ കാര്യം സോൾവ് ചെയ്യാനും സായിക്ക് അറിയാം. സായി ബിഗ് ബോസിനകത്ത് പോയി ഫയർ കാണിച്ചിരുന്നെങ്കിൽ കപ്പ് സായിയുടെ കയ്യിലിരുന്നേനെ. പക്ഷെ സായി ഫയർ കാണിച്ചില്ല, സായി അടങ്ങിയിരുന്നു. പക്ഷെ സായിക്ക് പറഞ്ഞ കണക്ക് ഒരു പേര്, നമ്മുടെ ഋഷിക്കും അൻസിബയ്ക്കും അപ്സരയ്ക്കൊക്കെ ഉള്ള ഒരു പ്യുവർ സോൾ, ഒരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം ഈ ബിഗ് ബോസിനകത്ത് വന്നിട്ട് തെളിയിച്ചു. കാരണം ഒരു മനുഷ്യരുടെ കുതികാല് വെട്ടിയില്ല, ചതിച്ചില്ല, പിന്നീന്ന് കുത്തിയില്ല, ഒരു പരിപാടിയും ചെയ്തില്ല. സായി അതിനകത്ത് ഉണ്ടായിരുന്ന ഗ്രൂപ്പുകൾക്ക് ഫുള്ളും സായി ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിലാണ് നിന്നത്. അതെന്തായാലും സായി ഔട്ടായി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നോട്ട് സൂപ്പർ ആവട്ടെ, കൺഗ്രാറ്റ്സ്. എന്തായാലും സായി 5 ലക്ഷം എടുത്തത് വളരെ നല്ല കാര്യം. 5 എന്നല്ല, 6 എന്നല്ല, 7 എന്നല്ല, ഇനിയിപ്പോൾ 4 ആയാലും വളരെ നല്ല കാര്യം, വളരെ നല്ല ഡിസിഷനാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. ചിലപ്പോൾ ഒരു പണപ്പെട്ടിയും കൂടി വരാൻ ചാൻസ് ഉണ്ട്. വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ആളുകളെ ഇനി എവിക്റ്റ് ആക്കണമല്ലോ. ഇനിയിപ്പോൾ വീക്കെൻഡ് എത്ര പേരെ എവിക്റ്റ് ആക്കും? 2 പേരാക്കുമോ? നോക്കാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാൻ, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.